ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ വീഡിയോ ഒരു ചേഞ്ച് ഓവർ വീഡിയോ ആണ് എനിക്ക് പേഴ്സണലിയും കൂടെ. കാരണം നോർമലി പുറത്തൊക്കെ പോയി ഓരോ ഡെസ്റ്റിനേഷനിൽ പോയി അതിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ സൈറ്റ് സീയിങ്ങും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നോർമലി ഇടുന്നത്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ബെഡ്റൂമിൽ മീൻസ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ളൊരു പരിപാടി. എൻറ്റയർലി അല്ല, ഈ ഒരു സ്പെസിഫിക് ഏരിയ മാത്രം. കാരണം ഒരുപാട് സ്നീക്കേഴ്സും ഈവൻ മെയിൻലി ഫാഷൻ ആക്സസറീസ് എന്നൊക്കെ പറയില്ലേ, അത് ജാക്കറ്റ്സും ഡ്രസ്സും ക്ലോത്ത്സും പിന്നെ അലവ ചില്ലറ പരിപാടിയൊക്കെ. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കി ചേഞ്ചാക്കി കാണിക്കുക. മീൻസ് എനിക്ക് ആക്ച്വലി ഇതൊരു ഡ്യൂട്ടി ആണെന്ന്. കാരണം കുറേ നാളെ ഇതിങ്ങനെ കിടക്കുന്നു, ഞങ്ങളങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. ഞാനാണെങ്കിലും സൗമ്യയാണെങ്കിലും ഫുള്ളി മെസ്ഡപ്പാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം ചെറിയ മടിയുണ്ട്. സോ ഇന്ന് ആ മടി തീർത്ത് ഫുൾ സെറ്റാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പുതിയ ഷൂറാക്ക് മേടിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഫുള്ള് സെറ്റാക്കി ഒന്ന് നിങ്ങളെ കാണിക്കുക. എനിക്കിതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് കോൺഫിഡൻസും കിട്ടും. കാരണം ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഗുഡ് ഫോർ മീ. സോ നമുക്ക് കാണാം. സോമി വരുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. രാവിലെ തൊട്ട് കുറേ പരിപാടീസൊക്കെ ചെയ്താകെ എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ കുറേ പരിപാടികൾ കയറി വന്നു. സോ ഫുള്ളി ഡിലേ ആയി. അപ്പോൾ ഇതാണ് റൂം. ഇങ്ങനെ കിടക്കുന്ന റൂമിനെ ഞാൻ കുറച്ച് ഭംഗിയാക്കും. ഒരുപാട് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സിനോടും ഡ്രീം ക്യാച്ചേഴ്സിനോടും ചെറിയ ചെറിയ മിനിമലായിട്ടുള്ള സാധനങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഈവൻ ഈ ബെഡിൻ്റെ അടിയിൽ മൊത്തം ഹോട്ട് വീൽസ് ഇല്ലേ, അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ചേഞ്ച് ഓവറാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് സ്നീക്കേഴ്സ് ഉണ്ട്, ടു ബി ഫ്രാങ്ക്. ഒരുപാട് ഇൻ ദ സെൻസ് ലൈക്ക് ലെസ് ദാൻ 40. സോ കണ്ടില്ലേ, ഞങ്ങൾക്ക് ഒരുപാട് ജാക്കറ്റ്സ് ഉണ്ട്. ഇതൊന്നും തള്ളുന്നതല്ല കേട്ടോ, ഒറിജിനലാണേ. ഇതിൻ്റെ മേലെയും കുറച്ച് ഇരിപ്പുണ്ട്. സോ ഇതെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. കാരണം അതിന് മീൻസ് പ്ലാൻ ഉണ്ട് എൻ്റെ അടുത്ത്. സോ ഈ ഒരു ഏരിയ, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ ഫുള്ളി ഞാൻ ക്ലിയർ ചെയ്ത് സെറ്റാക്കും. സോ ഗൈസ്, അവിടുന്ന് കുറേ സാധനങ്ങൾ എടുത്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മടിയുണ്ട്, പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറച്ചധികം മടിയുണ്ട് ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ ഇൻബിറ്റ്വീൻ കുറച്ച് പരിപാടിയൊക്കെ വന്നതുകൊണ്ട് ഇത് ചെയ്യാനുള്ളൊരു മൂഡ് പോയി. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്നെക്കൊണ്ട് പറ്റും എന്നെനിക്ക് ബോധിപ്പിക്കണമല്ലോ എന്നെ തന്നെ. സോ അതിന് വേണ്ടിയിട്ട്. സോ മൈ പ്ലാൻ ഈസ്, ഈ ഒരു ഷെൽഫ് അവിടെ വെക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു റീഅറേഞ്ച്മെൻറ്റ്. ഓൾറെഡി ഭംഗിക്ക് കുറവൊന്നുമില്ല, കാരണം ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും ഒന്ന് അടുക്കും ചിട്ടായിട്ടുള്ളൊരു ജീവിതം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. ലെറ്റ്സ് സി ഗൈസ്, ലെറ്റ്സ് സി. ദൈവനെ പൊക്കുന്നു, എടുത്തതേ, ഓ മൈ ഗോഡ്, ഇവിടെ വെക്കുന്നു. ആൻഡ് ദിസ് ഷൂ റാക്ക് അവിടെ പോവും. ഞാൻ കട്ട് ചെയ്ത് ആക്ച്വലി വീഡിയോ ഇടുന്നത്. കാരണം എല്ലാം നിങ്ങളെ കാണിപ്പിച്ചിട്ട് വെറുതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒന്നുമില്ല ആക്ച്വലി, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. എങ്ങനെ പോകുന്നറിയാം, പക്ഷേ ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും അതാണ് എനിക്ക് കാണേണ്ടത്. ആൻഡ് ഞാൻ എങ്ങനെ ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് കാണണം. ഇവിടെ ഫുള്ളത്തെ കച്ചറ, മീൻസ് ഇവിടുത്തെ ഫുൾ കച്ചറ, അതാണ് ഉദ്ദേശിച്ചത്. ഈ ഫുൾ കച്ചറ എടുത്ത് മാറ്റുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഫ്ലോർ ഈസ് സൂപ്പർ. തിളങ്ങുന്നു ഗൈസ്, തിളങ്ങുന്നു. ചുമ്മാതെയാ, തിളങ്ങുന്നില്ല, പക്ഷെ വൃത്തിയുണ്ട്. സോ ഇതേപോലെ എല്ലാവരും എല്ലാവരുടെ റൂം നോക്കേണ്ടതാണ്. ഇതിപ്പോൾ പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നു. ഈ ഷൂറാക്കാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഞാൻ ഷൂറാക്ക് ഇതേ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്റ്റപ്പായി കിടക്കുന്ന എൻ്റെ ഷൂസും. ഇതൊന്നും ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല, ജസ്റ്റ് എൻ്റെ കളക്ഷൻ മാത്രമാണ്. വട്ടാണെന്ന് പലർക്കും തോന്നുമെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഐ ആം എ വട്ടൻ. സോ ഗൈസ്, എല്ലാ ഐറ്റംസും എൻ്റെ അടുത്തുണ്ട്. ആക്ച്വലി എൻ്റെ പിള്ളേരെ പോലെ ഞാൻ സ്നേഹിക്കുന്നതാണ്. പിള്ളേരില്ല ബൈ ദ വേ, പക്ഷേ അതിനേക്കാട്ടി സ്നേഹമാണ് എനിക്കെൻ്റെ സ്നീക്കേഴ്സിനോട്. ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഷൂസും ഉണ്ട് എൻ്റെ അടുത്ത്, സ്നീക്കേഴ്സ്. നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയൊരു പണിയായിരിക്കും എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയ പണിയല്ല, തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താനും പാടാ, ആകെ മെസ്റ്റപ്പായി കുറച്ചും കൂടെ. സോ ഇതെങ്ങനെയെങ്കിലും തീർക്കണം. മടി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, പക്ഷേ ഐ ഫിനിഷ് ദിസ്. കുറച്ച് കഠിനമാണ് ഈ പണി ഗൈസ്, കഠിനമാണ്.
ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ഓരോ ഷൂസിനും ഓരോ സ്റ്റോറി ഉണ്ട്. സോമീനെ പറ്റിച്ചിട്ടും, മീൻസ് പറ്റിക്കുക ഇൻ ദ സെൻസ് അവൾ അറിയാണ്ടും, പിന്നെ ചിലതൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയതാണ്. മെയിൻലി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത് സിമി ചേട്ടനും ചേച്ചിയും അല്ലുക്കുട്ടനും പിന്നെ സോമി, ഇവരൊക്കെ തന്നെ ഉള്ളൂ. എനിക്കാരുമില്ല ഗൈസ്, ആരുമില്ല. എനിക്ക് ഷൂവിനെ കുറിച്ച് പറയുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ചെറിയൊരു നൊസ്റ്റാൾജി ഫീൽ അടിച്ചിപ്പോൾ. ഒന്നും വേറൊന്നുമല്ല, സ്നീക്കേഴ്സില്ലേ, കോൺവേഴ്സ് ആണ് എനിക്ക് കുഞ്ഞിലെ മൈ ഡാഡ് എൻ്റെ അച്ഛൻ മേടിച്ചിരുന്നത്. സോ ലവ് ഫോർ കോൺവേഴ്സിനുള്ള സ്നേഹം ഇവിടെയുണ്ട് എപ്പോഴും, എൻ്റെ അവസാനം വരെ. ഞാൻ ഈ ഇപ്പോൾ സ്നീക്കേഴ്സ് സെറ്റാക്കി വെച്ചേക്കുന്നത് ഒക്കേഷണലി, പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് തരം തിരിച്ച്, അതായത് സെപ്പറേറ്റ് വൈസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ സോമി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ഹാർഡ് വർക്കെല്ലാം ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എടുക്കുന്നു, വേറെ എവിടെയെങ്കിലും വെക്കുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹീസ് ലൈക്ക് ദാറ്റ്, ഐ റെസ്പെക്റ്റ് ഇറ്റ്. അതെനിക്കിഷ്ടമാണ്, എന്തോ എനിക്കിഷ്ടമാണ്. എന്നാൽ അത് ഞാൻ തന്നെ ശരിയാക്കി വയ്ക്കുകയും ചെയ്യും കേട്ടോ, എന്താ ചെയ്യുക. സോ ഗൈസ്, ലോ ടോപ്പ് ആയിട്ടുള്ള സ്നീക്കേഴ്സ് ഡെയിലി വെയറും ഒക്കേഷണലി യൂസ് ചെയ്യുന്നതും ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊട്ടിക്കാത്തത് വേറെ ഉണ്ട്, അത് വെക്കുന്നില്ല, അത് എൻറ്റയർലി സെപ്പറേറ്റ്ലി മാറ്റി വെക്കുന്നതായിരിക്കും. പിന്നെ ഇത്, അതായത് ഹൈ ടോപ്പ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് എടുത്തില്ലേ ഈ ഷെൽഫ് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഹൈ ടോപ്പ് ആയിട്ടുള്ള സ്നീക്കേഴ്സും പിന്നെ കുറച്ച് ബൂട്ട്സും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മൈൻഡിൽ വരുന്നില്ല. സോ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഗൈസ്, ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നെന്നൂണിൻ്റെ കവറിൽ കിടന്നിട്ട് 2 ക്രോക്സ് കിട്ടി. സത്യം പറഞ്ഞാൽ ഇത് 1 മാസത്തോളമായി ഞങ്ങൾ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോഴും ക്യാമ്പിങ്ങിന് പോകുമ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെയിലി യൂസിനും ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇതിവിടെ ഇരിക്കുമായിരുന്നു, മടി പിടിച്ചിട്ട് എടുത്തിട്ടില്ല. നല്ല കച്ചറായിട്ടുണ്ട്. സോ ഇവനെ കൊണ്ട് അലക്കാൻ കൊടുക്കണം, മീൻസ് വാഷ് ചെയ്യാൻ റെഡിയാക്കാൻ കൊടുക്കണം. അതിൽ നിന്ന് ക്ലിയർ ചെയ്ത സമയത്ത് വന്ന ബാലൻസ് ഷൂ റാക്സ് ആണ് ആക്ച്വലി ഇത് ഷൂ വെക്കുന്ന സാധനങ്ങൾ. പക്ഷേ ഇതിനി യൂസ് ചെയ്യാൻ കൊള്ളാമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യണം, അതിന് ബഡ്ജറ്റ് ആവശ്യമാണ്. സോ ഫോർ ദ മെയിൻ ടൈം ബഡ്ജറ്റ് സെറ്റ് ആവുന്നവരെ ഇതിനെയൊക്കെ എടുത്ത് കളയുന്നതായിരിക്കും. കാരണം എല്ലാം കച്ചറയായി, അധികം ക്വാളിറ്റി ഇല്ലായിരുന്നു ഇതിന്. ഫസ്റ്റ് മേടിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡെയിലി യൂസ് ആവുന്ന സമയത്തിന് ആ ഒരു ക്വാളിറ്റി ഇതിനില്ല. സോ ബെറ്റർ ത്രോ ഇറ്റ് അവേ, റീപ്ലേസ് ഇറ്റ് വിത്ത് ന്യൂ വൺസ്. റിച്ച് ചിന്താഗതിയാണ്. താഴത്തിലിടയാണ്, ഇവിടെ സ്റ്റിൽ കച്ചറയാണ്. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു ട്വിസ്റ്റ് ഇൻ ദ സെൻസ് സിനിമ ട്വിസ്റ്റ് അല്ല. ഈ ഷൂറാക്ക് ഇവിടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്, ലൈക്ക് എൻ്റെ മൈൻഡ് സെറ്റിൽ. ഇവനെ എന്തുകൊണ്ടെടുത്ത് അവിടെ വെച്ചുകൂടാ. സോ ആ ഏരിയ കുറച്ച്, ഇതെന്തായാലും ഷൂറാക്ക് ചെറുതല്ലേ, സോ അവിടെ വെച്ചിട്ട് ഇവന്മാരെ ഫുള്ള് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് നീക്കാം. അതായത് ജാക്കറ്റ്സ് ഇങ്ങോട്ട് നീക്കുമ്പോഴത്തേന് ഇവിടെ കുറച്ചും കൂടെ സ്പേസ്, അതായത് കുറച്ചും കൂടെ പറയുന്ന പോലെ വെട്ടം വെളിച്ചൊക്കെ വരും. സോ ഇവനെ പിടിച്ച് ഇവിടെ വെക്കുന്നു, ഇവനെ പിടിച്ച് അവിടെ വെക്കുന്നു, ഇവനെ നമ്മൾ അങ്ങോട്ട് വെക്കുന്നു. ഈ ജാക്കറ്റിൻ്റെ ഈ റാക്ക്, മീൻസ് റാക്കാണെന്നറിയില്ല എക്സാക്ട് നെയിം, ഈ ജാക്കറ്റ് വെക്കുന്ന ഈ സംഭവം മാറ്റാൻ നേരത്താണ് ഞാൻ വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കിയത്. ചില സ്നീക്കേഴ്സ് ഞാൻ മേടിച്ചിട്ട് സൂക്ഷിച്ചു വെക്കും, പക്ഷേ അത് പിന്നീട് ഞാൻ മറന്നുപോലല്ല ആക്ച്വലി, അത് പിന്നീട് ഇടാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനാണ് വീണ്ടും കുറച്ച് സ്നീക്കേഴ്സ് ഇരിപ്പുണ്ട്. സോ ഇത് ഞാൻ ഇടാത്തതിൻ്റെ ഫുള്ളൊരു സെറ്റും ഇട്ടതിൻ്റെ ഒരു ഫുൾ സെറ്റുമായിട്ടുള്ള അധികമൊന്നുമില്ല. കുറച്ച് ബോക്സസ് ഞാൻ വീഡിയോൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേന് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇതിനടിയിലൊക്കെ ഇനിയും ഇരിപ്പുണ്ട്. ഏതാണ്ടാ, ഇതും ഞാൻ അധികം യൂസ് ചെയ്യാത്ത ന്യൂ ബാലൻസിൻ്റെ ലിമിറ്റഡ് എഡിഷൻസ് ഷൂ ആണ്. ന്യൂ ബാലൻസ് 990 ആണ്. സോ ദിസ് ഈസ് ദ വൺ. കണ്ടില്ലേ, സൂപ്പർ കൂൾ. കുറച്ച് പൈസ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓഫറിന് കിട്ടിയത് കേട്ടോ, അതുകൊണ്ട് അധികം പൈസ ഇല്ല. ഇതൊക്കെ എന്താ പറയുക, സോമിയുടെ പറ്റിച്ച് സെറ്റാക്കുന്ന, കാരണം അധികം സമ്മതിക്കുന്നില്ല മേടിക്കാനൊന്നും. കാശ് സേവ് ചെയ്യണം എന്ന് പറയും, പക്ഷേ ഞാനതിനെതിരെയാണ്. കാശ് സേവ് ചെയ്യാതെ മേടിക്കും, പക്ഷേ കാശ് സേവ് ചെയ്യണം, അല്ലെങ്കിൽ പണി പാളും.
അതെനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹൗ കച്ചറ മൈ റൂം വാസ്. ഫുള്ള് പൊടിയാണേ, പൊടിയും പിന്നെ മറാലകൾ, കുറേ മറാലകൾ. ചെറിയ പരിപാടിയല്ല ഗൈസ്, സീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഷൂറാക്കിനെ വീണ്ടും ഞാൻ റീഅറേഞ്ച് ചെയ്യാണ്. മീൻസ് പൊസിഷൻ മാറ്റുക, ഇവിടുന്ന് എടുത്ത് ഡോർ സൈഡിലോട്ട് വെക്കും. ഇനിയും ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. ചെറിയൊരു എന്താ പറയുക, ക്ലീനപ്പ് അല്ലാണ്ട് ഇതേപോലെ ഒരു റീഅറേഞ്ച്മെൻറ്റോ അല്ലാണ്ടൊരു ഹെവി ക്ലീനിങ് പരിപാടീസോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഏരിയയിൽ. സോ ഇവിടെ ഇതിന് മേലെ ഫുള്ള് പൊടിയാണ്. അപ്പോൾ നോർമലി ഇതിൻ്റെ മീൻസ് നമ്മുടെ ഹോളിൽ ആ സൈഡിൽ എവിടെയെങ്കിലും വൈബ്സ് ഉണ്ടാവുന്നതാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വൈബ്സ് തപ്പിപ്പോയതാണ്, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഇത് ദൃശ്യം സാമ്യം കാണുന്നുണ്ടെങ്കിൽ ശുണ്ടപ്പയുടെ വൈബ്സ് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി വെൻ യു കം ബാക്ക്. അവരിപ്പോൾ നാട്ടിലാണ്. സോ ഗൈസ് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ളൊരു റീഅറേഞ്ച്മെൻറ്റ് പരിപാടിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. കണ്ടില്ലേ എന്താ ഭംഗി, നൈസായിട്ടുണ്ട്. കളർഫുൾ ആണ് ഓൾവേസ് മൈ ഷൂസ്, കളർഫുൾ സ്നീക്കേഴ്സ് ആൻഡ് മൈ കളർഫുൾ ലൈഫ്. എന്താ കോട്ടല്ലേ. ഓൺ ദ അതർ ഹാൻഡ്, ഇവിടുന്ന് ക്ലിയർ ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഞാൻ ക്ലിയർ ചെയ്യണം. പിന്നെ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന സ്നീക്കേഴ്സാണ്. ഇത് മാത്രമല്ല, ഇലയുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ഇതൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെയൊക്കെ ബോക്സസാണ്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ഈവൻ ദിസ് ഏരിയയും ഈ ഒരു ഏരിയ ഞാൻ ട്രൈ ചെയ്യും ക്ലിയർ ചെയ്യാനായിട്ട്. ആൻഡ് ദിസ് ഈസ് മൈ അലമാര ഗൈസ്. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന എൻ്റെ കബോർഡാണത്. ആൻഡ് ഇതാണ് എൻ്റെ ലോകം, കണ്ടില്ലേ. സോ ഗൈസ്, ഞാൻ ഓൾറെഡി ലേറ്റായി. സോമി ഹാസ് ലാൻഡഡ്. കട്ടക്കലിപ്പിലാണ് അല്ലേ അമ്മു? എന്താ ഞാൻ ചെയ്തതെന്നാണ് ചോദ്യം. പറ എൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. ഓ മൈ ഗോഡ്. ബിക്കോസ് രാവിലെ തൊട്ട് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റിരുന്നു ശബരി. ഇപ്പം തൊട്ട് ഞാൻ പറയാണ് ക്ലീൻ ചെയ്യണം. അതെ. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ടേക്ക് മോർ ദാൻ 3 hours എനിവേ. പക്ഷെ ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഹി ഹാഡ് ടേക്കൺ ദ ഹോൾ ഡേ ആൻഡ് നത്തിങ് ഹാസ് ഫിനിഷ്ഡ്. നത്തിങ് എന്ന് പറഞ്ഞാൽ മൊബൈലല്ലേ? നത്തിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യു. മൈക്കൊക്കെ വെച്ചിട്ടുണ്ടോ? യെസ്, മൈക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണൽ വേയിലേ ചെയ്യാറുള്ളൂ. ഞാൻ എന്താ പറയുന്നത്, ഇതിപ്പോൾ തന്നെ ശരിയാകും. ഞാൻ ഓൾറെഡി ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളിൽ എന്താ പറയുക ഇൻവോൾവ് ആയിപ്പോയി. അതുകൊണ്ടാണ് ടൈം എടുത്തത്. സോമി വരുമ്പോൾ കട്ടക്കലിപ്പാവെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് കാര്യങ്ങളും അത്രയും ഇൻവോൾവ്, ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ, ഓഫീസിൽ പോയിട്ട് ശബരിക്ക് ഓഫീസ് കാര്യങ്ങൾ. ഓഫീസിൽ പോകുന്നില്ലെന്നുള്ളൂ കേട്ടോ, ഫുള്ള് പണിയെടുക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം കണ്ടില്ലേ. ഹോളിയല്ല, ദിവാലി, ക്രിസ്മസ്. By the way, happy Christmas guys. ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാട്ടോ. സോമി വന്നിട്ട് ഇത് മാത്രം പോരാ, ഈ വാർഡ്രോബും ഈ ബെഡും ഉൾപ്പെടെ ഫുള്ള് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള പരിപാടി നോക്കുകയാണ്. ജെമിനിയോടാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ജെമിനി സേസ്? ഞാൻ പെട്ടു ഗൈസ്. ജെമിനിയോട് ചോദിച്ചിട്ട് എൻ്റെ ബെഡ്റൂം റീഅറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ രാത്രി അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ രണ്ടാളും. സോമി ഈസ് വിത്ത് മീ നൗ. സോ ലെറ്റ്സ്. ഇന്നത്തെ രാത്രി ആക്ച്വലി ക്രിസ്മസ് നൈറ്റാണ്. പുറത്ത് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു പ്ലാൻ വന്നതുകൊണ്ട് എല്ലാം ഡ്രോപ്പ് ചെയ്തു. എനിവേ ഞങ്ങൾ ഇന്നലെ രാത്രി ക്രിസ്മസ് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. സോ ഗൈസ്, സുഗൈസ് അല്ല, നീ എന്താ പറഞ്ഞേ? സുഗൈസ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യാണ് ഈ കംപ്ലീറ്റ് റൂം. കംപ്ലീറ്റ് അല്ല, ഓൾ റൂം അല്ലേ? ക്രിസ്മസ് വൈബാ.
ആക്ച്വലി ഞാൻ പിക്ചർ എടുത്ത് ജെമിനയോട് ചോദിച്ചു, പക്ഷെ ജെമിനയ്ക്ക് പോലും ഒരു വഴി കണ്ടെത്താൻ പറ്റി. കാരണം ഇത്രയും കച്ചറായിട്ടുള്ള റൂം ജെമിനി പോലും കണ്ടിട്ടില്ലെന്നാണ് ജെമിനി പറയുന്നത്. ജെമിനിയോട് ഞാൻ ഈ റൂമിൻ്റെ പിക്ചർ എടുത്ത് ശബരി വീഡിയോ എടുക്കായിരുന്നു ആ സമയത്ത്. പിക്ചർ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഐ വോണ്ട് ടു റീഅറേഞ്ച് ദിസ് റൂം, ജസ്റ്റ് ഡോണ്ട് മൈൻഡ് ദ കച്ചറാസ്. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല രീതിയിലൊരു സജഷൻ തരാൻ പറഞ്ഞു. ദെൻ യു നോ വാട്ട് ജെമിനി ഡിഡ്? കണ്ടില്ലല്ലോ അത്. ആ പിക്ചറിന്ന് ശബരി റിമൂവ് ചെയ്തിട്ടുള്ള പിക്ചർ എനിക്ക് തന്നു. ഇത് വെറും ഫ്ലോപ്പ്. ഇല്ല വേണമെങ്കിൽ പിക്ചർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ടോ? ഒരിക്കലല്ല, അങ്ങനെ ഒരിക്കലും ജെമിനി പറയത്തില്ല. കാരണം മനസ്സിലായി ഏതാണ് കച്ചറ. ജെമിനി സോമിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. കണ്ട എന്റെ സ്കേറ്റ് ബോർഡിൽ ഇട്ട് കളിക്കുന്ന ബാലൻസ് പോലും ഇല്ലാത്ത കച്ചറകൾ. സോറി ഗൈസ്, സോറി. ഇങ്ങനെ ഇവിടെ കിടന്ന ബെഡ് ഇപ്പോഴത്തെ ഇവിടെയാണ്. ദെൻ ഈ വാർഡ്രോബ് എടുത്ത് ഇവിടെ ഇടണം, അതാണ് പ്ലാൻ. ആൻഡ് ഒരു കാര്യം പറയാൻ പറ്റുമോ, എനിക്ക് ഈ സ്നീക്കർ കളക്ഷൻ മാത്രമല്ല, ഹോട്ട് വീൽസ്, പിന്നെ അതേ ഈ ക്യാപ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നൗ വിൽ ബി ഫോക്കസിങ് ഓൺ അടിച്ചു വരൽ. ഇതാണ് അവസ്ഥ. ഈ കബോർഡ് ഇറ്റ്സ് ഹെവി വെയിറ്റ് ആണ്. കുറേ ഡ്രസ്സൊക്കെ ഞങ്ങളെടുത്ത് ഇവിടെ വെച്ചു, പക്ഷേ തളരുന്ന ഗൈസ്. കാണിച്ചു തരാം, വാ. ഇതിനാണ് ഗൈസ് കപ്പിൾ ഗോൾ എന്ന് പറയുന്നത്. സീനാണ്. ഒരു വിധത്തിൽ തള്ളി 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 ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. യെസ്, സോ സക്സസ്ഫുള്ളി നമ്മൾ വാർഡ്രോബ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇവനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതേ ഇവിടെ കൊണ്ടുവരാൻ. ക്ഷീണിച്ചോ സോമിസ്, ക്ഷീണിച്ചോ? ഇതാണ് ന്യൂ ലുക്ക്. നൈസ്. ഇവിടെ വരെ ഓക്കെ. ഇനി ഇവിടുത്തെ കുറച്ച് കച്ചറ കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. നിലത്തുള്ളതും ഹോളിൽ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ എടുത്തിട്ട് വരണം. സോ ഗൈസ്, വീണ്ടും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ഷൂറാക്ക് ഇപ്പോൾ വീണ്ടും അന്നതപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് എൻ്റെ കബോർഡ് എടുത്തിട്ട് ഇവിടെ വെച്ചു. പിന്നെ നമ്മൾ ഡ്രീം ക്യാച്ചേഴ്സിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഞാൻ വെച്ചതിനെ കാട്ടി സോമി വന്നതിന് ശേഷം കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അല്ലേ സോമി? നോക്ക്. ഇറ്റ്സ് ക്ലൈമാക്സ് ടൈം. മോസ്റ്റ്ലി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. അങ്ങനെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് സ്റ്റിൽ ഒരുപാട് പെൻഡിങ് ഉണ്ട്. മേലെയും ഒരുപാട് സ്റ്റഫ് ചെയ്തു, ഇവിടെയും ഒരുപാട് സ്റ്റഫ് ചെയ്തു. ഇവിടെ കുറച്ച് ഓക്കെയാണ്. ഈ കാണിക്കാൻ പോകുന്നത് എന്തായാലും ഫൈനൽ റിസൾട്ട് ആയിരിക്കും. അതായത് ഫൈനൽ സെറ്റാക്കിയ ഒരു റൂം. മടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ റൂമെല്ലാം സെറ്റാക്കി. എന്താ പറയുക, കൈൻഡ് ഓഫ് സാറ്റിസ്ഫൈങ് ആണ് അല്ലേ? But still, the end feeling is like the room is still stuffed ആണ്. കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ആൻഡ് കുറച്ച് ഓർഗനൈസിങ് സാധനങ്ങൾ വാങ്ങിച്ചാൽ it will get better. അതെ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഷെൽഫ് പോലത്തെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാലേ ഇതൊന്ന് സെറ്റാവുള്ളൂ. ആൻഡ് ഫൈനലി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ആൻഡ് റൂം കാണിക്കാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. കുറച്ച് സ്റ്റഫ്ഡാണ് ഈ ഏരിയ, പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ സെറ്റാക്കി. ഇതിൻ്റെ മേലെയും കുറച്ചുണ്ട്. കുറച്ച് കൂടുതൽ സ്പേസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. മുന്നത്തെക്കാട്ടി നല്ല കുറച്ച് കൂടുതൽ സ്പേസ് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടേക്ക് കെയർ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പീസ് ആൻഡ് ലവ്.